അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ അനുതപിക്കുന്ന പാപി വളരെ വളരെ വിശേഷത ഉള്ളവനാണ്. ഒരിക്കൽ ഒരു സന്യാസിയോട് ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചു, അനുതപിക്കുന്ന പാപിയെ ദൈവം സ്വീകരിക്കുമോ? ഈ പട്ടാളക്കാരനോട് സന്യാസി ഒരു മറു ചോദ്യം ചോദിക്കുകയാണ്. താങ്കളുടെ ഒരു വസ്ത്രം ഏതെങ്കിലും ഒരു കാരണത്താൽ പഴകുന്നതിന് മുമ്പ് കീറിപ്പോയാൽ അത് നിങ്ങൾ തുന്നി വീണ്ടും ക്രമപ്പെടുത്തുകയില്ലേ? പട്ടാളക്കാരൻ പറഞ്ഞു, തീർച്ചയായും ഞാനത് തുന്നി വീണ്ടും ഉപയോഗിക്കും, ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. താങ്കളുടെ ഒരു വസ്ത്രത്തോടുള്ള സമീപനം അങ്ങനെയാണെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവസൃഷ്ടിയായ ഒരു മനുഷ്യൻ, അവൻ അനുതപിക്കുമ്പോൾ അവനെ വീണ്ടും സ്വീകരിക്കാതിരിക്കുമോ? ശ്രേഷ്ഠമായ ഒരു ഗുണമാണ് അനുതാപം. അനുതപിക്കുന്ന പാപിയെ ദൈവം സ്വീകരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന വളരെ ഉത്തമമായ ഒരു കഥയാണ് കർത്താവ് പറഞ്ഞ മുടിയൻ പുത്രൻ്റെ കഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുകഥ. അത് വ്യക്തമാക്കുന്നത് അനുതപിക്കുന്ന പാപിയെ ദൈവം വീണ്ടും സ്വീകരിക്കുന്നു എന്നാണ്. അനുതാപമാണ് ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലുവാൻ പാപം ചെയ്ത മകൻ പാപം ചെയ്ത വ്യക്തിക്ക് മടങ്ങിപ്പോകുവാൻ സഹായകം ആയിട്ടുള്ളത്. എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? തന്നെത്താൻ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം ഉണ്ടാകണം. അതിലൂടെ അനുതാപം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും ദൈവസന്നിധിയിൽ സ്വീകരിക്കുക. മുടിയനായ പുത്രൻ്റെ കഥയിൽ ഇളയ മകനെ എപ്പോഴാണ് അനുതാപമുണ്ടാകുന്നത്? അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് അനുതാപത്തിലേക്ക് നയിക്കുന്നതായ ഘടകമെന്ന് ആ കഥ വ്യക്തമാക്കുന്നു. എന്താണ് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുവാൻ അവനെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം? അവിടെ ആ ഉപമയിൽ പറയുന്നു, അവൻ സുബോധം ഉള്ളവനായിട്ട് തീർന്നു. അവൻ സുബോധമുള്ളവനായിട്ട് തീർന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹീ കെയിം ടു ഹിംസെൽഫ്. സുബോധം വന്നു എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെ പറയുന്നു, ഹീ കെയിം ടു ഹിംസെൽഫ്. അവൻ അവനിലേക്ക് തന്നെ മടങ്ങി വന്നു. സ്വത്തയിലേക്കുള്ള, സ്വന്തമായ തനിമയിലേക്കുള്ള ഒരു മടക്കമാണ്. അതാണ് ഭവനത്തെക്കുറിച്ച് ഓർക്കുന്നതിനെ, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ, അനുതാപത്തിൻ്റെ ഉടമയായിത്തീരുന്നതിനെ ആവശ്യമായിട്ട് ഉള്ളത്. വിശുദ്ധനായ അഗസ്തീനോസിൻ്റെ പ്രാർത്ഥന നമുക്ക് സുപരിചിതമാണ്. അഗസ്തീനോസ് പറയുന്നു, ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് നിന്നിലേക്ക് തിരികെ എത്തുമ്പോഴാണ് ഞങ്ങളുടെ ആത്മാവ് സ്വസ്ഥമായി തീരുക. സ്വയത്തിലേക്കുള്ള മടക്കം, ദൈവത്തോടുകൂടെ സ്വത്തിലേക്കുള്ള മടക്കം, അതാണ് അനുതാപമുളവാക്കുക, അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ നൽകുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ്
ഈ ഭവനത്തിൽ, പിതാവിൻ്റെ ഭവനത്തിൽ ഉള്ള പ്രത്യേകത. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുവാൻ അവനെ പ്രേരിപ്പിച്ചത് എങ്കിൽ എന്താണ് പിതാവിൻ്റെ ഭവനത്തിൽ ഉള്ളത്? ഒന്ന്, നാം അവിടെ കാണുന്നത് അനുദപിക്കുന്നതായ മകനെ സ്വീകരിക്കുന്നതായ പിതാവ്. അനുദപിക്കുന്ന മകനെ സ്വീകരിക്കുന്ന പിതാവ്. അവൻ അപ്പൻ്റെ സന്നിധിയിൽ തിരികെ ചെന്ന് അവൻ അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവൻ തീരുമാനിച്ചു. അനുദപിക്കുന്ന മകൻ്റെ അനുതാപം സ്വീകരിക്കുന്നവനായിട്ടുള്ള പിതാവ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നത് അനുദപിക്കുന്നതായ പാപിയെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ്. അതിനാധാരമായാണ് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. അവളെ കല്ലെറിയുവാനാണ് അവിടെ ചുറ്റുകൂടിയിരിക്കുന്ന പരീശ പ്രമാണികൾ ഒരുങ്ങിയത്. യേശു അവളെ നിർത്തിക്കൊണ്ട് അവരോട് ചോദിക്കുന്നു, ഇവരിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ആ പ്രസ്താവനയുടെ മുൻപാകെ എല്ലാവരും കല്ല് തിരികെയിട്ട് മടങ്ങിപ്പോകുന്നു. കർത്താവ് അവളോട് പറയുന്നു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഇനി ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. സമാധാനത്താലെ പോക എന്ന് പറയുന്നു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന, അനുദപിക്കുന്ന പാപിയെ കൈക്കൊള്ളുന്ന ഒരു പിതാവാണ് പിതാവിൻ്റെ ഭവനത്തിൽ നാം കാണുന്നത്. അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ ഓർത്തു എന്ന് പറയുമ്പോൾ ആ ഭവനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അനുതാപത്തെ സ്വീകരിക്കുന്നതായ ഒരു പിതാവാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രം നിങ്ങൾ വായിച്ചിരിക്കും. ഗാന്ധിജിയുടെ കൗമാര പ്രായത്തിൽ ഗാന്ധിജി കൂട്ടുകാരുമൊത്ത് ദുർമാർഗത്തിൽ ജീവിച്ചു. ദുർമാർഗത്തിൽ ജീവിക്കുന്ന അധിക ചെലവിന് വേണ്ടി അദ്ദേഹം പണം കണ്ടെത്തിയത് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്വർണ്ണ വളയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് വിറ്റാണ്. മോഷ്ടിച്ചത് കുറ്റമാണ് എന്ന് തോന്നിയ ഒരു നിമിഷം ഗാന്ധി തീരുമാനിച്ചു, താൻ ചെയ്തിട്ടുള്ള ഈ അപരാധം പിതാവിനോട് ഏറ്റു പറയും എന്ന്. നേരിട്ട് പിതാവിനോട് പറയുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ ചെയ്ത തെറ്റ് ഒരു കുറിപ്പിൽ എഴുതി അദ്ദേഹം പിതാവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പിതാവ് തൻ്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. വളരെ പശ്ചാത്താപത്തോടുകൂടെ, കുനിഞ്ഞ മുഖത്തോടുകൂടെ താൻ ചെയ്ത തെറ്റ് എഴുതിയ ഈ കുറിപ്പ് പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അല്പം മാറി നിന്ന് പിതാവ് എന്താണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ ഗാന്ധി ആഗ്രഹിച്ചു. ഈ കുറിപ്പ് കയ്യിൽ കിട്ടിയ അവസരത്തിൽ പിതാവ് എഴുന്നേറ്റിരുന്നു. ആ കുറിപ്പ് വായിച്ചു. വായന പൂർത്തീകരിച്ചപ്പോൾ ഗാന്ധി പറയുന്നു, പിതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. ആ കുറ്റമെഴുതിയിരുന്ന കടലാസ് നനഞ്ഞു. അല്പസമയം അദ്ദേഹം കണ്ണടച്ചിരുന്നു. അതിനുശേഷം താൻ എഴുതിക്കൊടുത്ത പേപ്പർ കീറിക്കളഞ്ഞു. ആലോചന നിമഗ്നനായിരുന്ന് അദ്ദേഹം വീണ്ടും പൂർവ്വസ്ഥിതിയിൽ കിടക്കയിൽ കിടന്നു. കണ്ടുനിന്ന ഗാന്ധി പറയുന്നു, ഞാനും സങ്കടത്തോടുകൂടെ കരഞ്ഞു. ഗാന്ധി പറയുന്നു, താൻ ചെയ്ത തെറ്റ് തൻ്റെ പിതാവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ കഴുകി കളഞ്ഞു എന്ന്. തൻ്റെ പിതാവ് താൻ ചെയ്ത അപരാധം പൂർണ്ണമായും ക്ഷമിച്ചു എന്ന്. ലോകത്തിലെ ഒരു പിതാവിനെ തൻ്റെ മകൻ്റെ തെറ്റ് ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ സ്നേഹവാനായ പിതാവിനെ
എത്ര അധികം സാധിക്കും. വിശുദ്ധ യോഹന്നാൻ 1-ാം ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മോട് ക്ഷമിക്കുവാനായിട്ട് അവൻ നീതിമാനും വിശ്വസ്തനും ആകുന്നു എന്ന്. അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ ഓർത്തു എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ അനുതപിക്കുന്ന മകനെ അനുതാപത്തോടെ സ്വീകരിക്കുന്നതായ ഒരു പിതാവുണ്ട് എന്നതാണ്. ഈ സമയത്ത് ഞാനും ഓർപ്പിക്കട്ടെ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ, നാം അനുതപിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്ന സ്നേഹവാനായ പിതാവ് ഇന്നും ജീവിക്കുന്നു. 2, ഈ പിതാവ് നമ്മുടെ അനുതാപത്തെ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മെ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പിതാവാണ്. അവൻ വിദൂരതയിലിരുന്ന് പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവൻ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു. അവൻ സുബോധമുള്ളവനായി അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. പാപമേറ്റു പറയുമ്പോൾ, അനുതപിക്കുമ്പോൾ ഒരു വാക്കുകൂടെ അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടു. ഞാൻ എൻ്റെ പിതാവിനോട് പറയും, ഇനി എന്നെ മകനായിട്ടല്ല, നിൻ്റെ വേലക്കാരിൽ കൂലിക്കാരിൽ ഒരുത്തനായി എന്നെ സ്വീകരിക്കണം എന്ന്. അവൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അവൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്ന മകനെ കൂലിക്കാരനെപ്പോലെ അല്ല പിതാവ് സ്വീകരിക്കുന്നത്. പഴയ മകനായി, സ്വന്തം മകനായി പൂർവ്വസ്ഥിതിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വളരെ വിദൂരതയിൽ നിന്ന് തന്നെ പിതാവ് അവനെ തിരിച്ചറിഞ്ഞു. അവന് പുതിയ വസ്ത്രം നൽകുന്നു, അവൻ്റെ കൈക്ക് മോതിരം നൽകുന്നു, ചെരുപ്പ് നൽകുന്നു. അവനെ ഘാടഘാടം പുണർന്ന് അവനെ സ്നേഹത്തോടുകൂടെ, സ്നേഹവായ്പോടുകൂടെ സ്വീകരിക്കുകയാണ്. കൂലിക്കാരിൽ ഒരുത്തിനെപ്പോലെ ആക്കണമേ എന്നാണ് അവൻ്റെ മനസ്സിൽ അവൻ സൂക്ഷിച്ചിരുന്ന അപേക്ഷയെങ്കിൽ, അനുതാപത്തോടുകൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വന്നപ്പോൾ അവനെ കൂലിക്കാരനായിട്ടല്ല, പൂർവ്വസ്ഥിതിയിലേക്ക് സ്വന്തം മകനെപ്പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു സംഭവ കഥ കൂടെ സന്ദർഭവശാൽ ഇവിടെ ഞാൻ ഉദ്ധരിക്കട്ടെ. ഇംഗർസോൾ എന്ന് പറയുന്ന 8 ഷില്ലിങ്ങിന് വാങ്ങിയ ഗാന്ധിയുടെ വാച്ച് അദ്ദേഹത്തിനുള്ള വളരെ ചുരുങ്ങിയ മുതൽക്കൂട്ടലുകളിൽ ഒന്നായിരുന്നു. അത് ഡൽഹിയിലേക്ക് ഉള്ള 3-ാം ക്ലാസ്സിലുള്ള യാത്രയിൽ ആരോ അത് മോഷ്ടിച്ചു. ഗാന്ധിക്ക് വളരെ സങ്കടമായിരുന്നു. ഒരു സെപ്റ്റംബർ മാസത്തിൽ ബിർള ഹൗസിൽ താമസിക്കുന്ന കാലം ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ സമീപിച്ച് ആവശ്യപ്പെട്ടു, എനിക്ക് ഗാന്ധിയെ കാണണം. ഈ ചെറുപ്പക്കാരൻ ആഗമന ഉദ്ദേശം സെക്രട്ടറിയോട് പറയുന്നില്ല. സെക്രട്ടറി അദ്ദേഹത്തിന് പ്രവേശന അനുമതി നിഷേധിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇംഗർസോൾ വാച്ച് അന്ന് ആ 3-ാം ക്ലാസ്സിലെ യാത്രയിൽ മോഷ്ടിച്ചത് ഞാനാണ്. ഈ വാച്ച് അദ്ദേഹത്തിന് തിരികെ നൽകി അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ ചുംബിച്ച് മാപ്പിരക്കാനാണ് ഞാൻ വന്നത്. ഇത് കേട്ടപ്പോൾ സെക്രട്ടറി ആ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി. സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഈ വാച്ച് അദ്ദേഹത്തിന് തിരികെ നൽകി പ്രായശ്ചിത്തമെന്നോണം അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ ചുംബിക്കുമെന്നോ അദ്ദേഹം ഒരിക്കലും നിങ്ങളെ അതിനനുവദിക്കില്ല. പ്രത്യുത അദ്ദേഹം നിങ്ങളെ ആലിംഗനം ചെയ്ത് നിങ്ങളുടെ കവിളിൽ സ്നേഹത്തോടുകൂടെ ചുംബനം നൽകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഗാന്ധിയെ കാണുവാൻ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഗാന്ധിയുടെ പക്കൽ നഷ്ടപ്പെട്ട വാച്ച് സങ്കടത്തോടും പശ്ചാത്താപത്തോടും അദ്ദേഹം തിരികെ നൽകി. ഗാന്ധി ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അവിടെ പറയുന്നു, ഒരു കൊച്ചുകുട്ടിക്ക് കളിപ്പാവ കെട്ടിയ, തിരികെ കെട്ടിയ വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കലും മാപ്പ് പറയുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. മറിച്ച്
വളരെ സന്തോഷത്തോടുകൂടെ ആലിംഗനം ചെയ്ത് ചുംബനം നൽകുകയാണ് ചെയ്തത്. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർത്തു എന്ന് പറയുമ്പോൾ തൻ്റെ അനുതാപത്തെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ മാത്രമല്ല അവൻ്റെ ഭാവനയിൽ ദർശിച്ചത്, മറിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പിതാവിനെ അവൻ്റെ ജീവിതത്തിൽ അവനെ അനുഭവിപ്പാൻ സാധിച്ചു. യേശുവിൻ്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടുകൂടെ നാം കടന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പൂർവ്വസ്ഥാനം അവൻ നമുക്ക് നൽകും. അതുകൊണ്ടാണ് സഭ വിശ്വാസ ജീവിതത്തിൽ കുംഭസാരത്തിനും വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനുമുള്ള പ്രാധാന്യം എല്ലായ്പ്പോഴും നൽകുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ദൈവം ആ ഭവനത്തിൽ ഉണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് പൂർവ്വസ്ഥാനം നൽകുന്ന ഒരു പിതാവ് ജീവിക്കുന്നു. ഇത് എത്ര ധന്യമായ സന്തോഷം നിറഞ്ഞ അനുഭവമാണ്. മൂന്നാമതായി, ഒരു പാപിയുടെ തിരിച്ചുവരവ് സ്വർഗത്തിൽ വലിയ ആഘോഷമാണ്. ഇവിടെ കർത്താവ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. നാം ഓരോരുത്തരും അനുതപിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? വലിയ ആഘോഷമാണ്. സ്വർഗത്തിൽ വലിയ ആഘോഷം നടക്കുന്നതിന് മുഖാന്തരമായി തീരും. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്, ആഘോഷമായ ഒരു വിരുന്നാണ്. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുക എന്നാണ് കുർബാനയിൽ സംബന്ധിക്കുന്നതിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റൊരു പദം. ഒരു വലിയ വിരുന്നാണ്. എന്നാൽ ആ വിരുന്നിലേക്ക് പങ്കെടുക്കുമ്പോൾ നാം ഓർക്കണം, നാം അനുതാപമുള്ളവരായി തീരണം. പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നവർ ആയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഓരോ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം ഒരു വിരുന്നിൻ്റെ പ്രതീതിയാണോ? ആ മകൻ തിരിച്ചു വന്നപ്പോൾ നാം കാണുന്നത് പിതാവ് വലിയ വിരുന്നൊരുക്കി, വാദ്യമേളങ്ങളൊരുക്കി, തടിപ്പിച്ച കാളക്കുട്ടിയെ ഒരുക്കി. വലിയ സന്തോഷമാണ് അവിടെ നടക്കുന്നത്. ഓരോ പാപിയും തിരികെ വരുമ്പോൾ ഒരു വലിയ ഉത്സവവും ആഘോഷവും വിരുന്നും സ്വർഗത്തിൽ നടക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്ന വിരുന്നിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. തോമസ് മൂർ എഴുതിയ ഒരു കവിതയുണ്ട്, പാരഡൈസ് ആൻഡ് ദ പെറി എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ദൈവം ദൂതന്മാരെ വിളിച്ച് സ്വർഗത്തിലേക്ക് ഏറ്റവും വിലപ്പെട്ടത് ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ദൂതന്മാർ ലോകം മുഴുവൻ അന്വേഷിക്കുകയാണ്, ഏറ്റവും വിലപ്പെട്ടത് എന്താണ് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്ന്. ദീർഘനാളുകൾ അന്വേഷിച്ചതിന് ശേഷം ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്നു. അവരുടെ കയ്യിൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായത് സമർപ്പിക്കുവാൻ ഒരു തുള്ളി കണ്ണുനീർ അവർ സൂക്ഷിച്ചിരുന്നു. അവർ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെച്ച് പറയുകയാണ്, ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. ദൈവം അത് സ്വീകരിക്കുകയാണ്. ആ കവിത നൽകുന്ന സാധനപാഠം, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അനുതാപത്തിൻ്റെ കണ്ണുനീർ തുള്ളിയാണ്. നമുക്ക് നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുവാൻ നമുക്ക് കഴിയുമോ?
അനുതാപത്തോടുകൂടെ അവൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കുമോ? പലപ്പോഴും സംഭവിക്കുന്നത് നാം അനുതപിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാം നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നവരാണ്. മുടിയനായ പുത്രൻ്റെ കഥയിൽ ജ്യേഷ്ഠ സഹോദരനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ അനുതപിക്കുകയല്ല, സ്വയം തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കുകയല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ ചെയ്തികളെയും അവൻ സ്വയമായി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വിരുന്നിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുന്നില്ല. വിരുന്നിൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുന്നില്ല. പിതാവിനോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ അവന് കഴിയുന്നില്ല. പിതാവിൻ്റെ ഭവനത്തിലുള്ള സന്തോഷത്തിൻ്റെ പങ്കാളിയായി തീരുവാൻ അവൻ സാധിക്കാതെ അവനിതാ ദൂരെ നിൽക്കുകയാണ്. അനുതപിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം പൂർണ്ണതയിൽ അനുഭവിപ്പാൻ കഴിയാത്തതുമാണ്. ദൈവവചനത്തിൻ്റെ മുൻപാകെ ശാന്തമായി നമുക്ക് ശോധന ചെയ്യാം. നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ സത്യ അനുതാപത്തോടുകൂടെ ഏറ്റുപറയുവാൻ മുടിയനായ പുത്രൻ മനസ്സിൽ കുറിക്കുന്നത് പോലെ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കുവാൻ യോഗ്യനല്ല. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ, ദൈവമേ, പിതാവേ, നിൻ്റെ ഹിതപ്രകാരം രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? മനസ്സാന്തരപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു എന്ന് മാത്രമല്ല, സ്വർഗം സന്തോഷിക്കുന്ന വളരെ മനോഹരമായ ഒരു അനുഭവം സംജാതമാകുന്നു. നമുക്ക് ശാന്തമായി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാം. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. സ്നേഹനിധിയായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. പൂർവ്വസ്ഥിതിയിലേക്ക് അവൻ നമ്മെ പ്രവേശിപ്പിക്കും. വിരുന്നൊരുക്കി ആഘോഷ തിമിർപ്പിൽ നമ്മെ കൈക്കൊള്ളും. ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർലോകനാഥൻ എഴുന്നള്ളുന്നു, ലോകനാഥൻ എഴുന്നള്ളുന്നു. ഉഷസ്സിൻ്റെ രഥമേറി, ഉയർപ്പിൻ്റെ രഥമേറി, മഹിമയോടെ പ്രഭ തൂകി എഴുന്നള്ളുന്നു. പ്രവാചകന്മാർ പാടിത്തന്ന പ്രഭാതമകലെയല്ല, പ്രപഞ്ചമൊന്നായി കാത്തിരുന്ന പ്രഭാതമരികിലായി. ഇരുൾ നിര നീങ്ങി, മറവുകൾ മാറി, ഇരുലോകമെങ്ങും തെളിവു നൽകി. ഇരുൾ നിര നീങ്ങി, മറവുകൾ മാറി, ഇരുലോകമെങ്ങും തെളിവു നൽകി.
ഭേദങ്ങൾ മാറിടും, പക്ഷപാതവാദങ്ങൾ നീങ്ങിടും. സ്നേഹത്തിൻ കൊടിമീതെ പാറിടും, സ്നേഹനാഥൻ ലോകെ ജയിച്ചിടും. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ, ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ. ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ, ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ, ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ.